ആർ ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത് ഇന്ന് വി.ഡി. സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. കോൺഫിഡൻഷ്യൽ എന്ന് പറയുമ്പോഴും സുപ്രീം കോടതി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നടപടിയെടുക്കുക എന്ന് കൃത്യമായി തന്നെ ആ കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സമീപിക്കുന്നതെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിനെയാണോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പൊളിക്കുന്നത്? സ്മൃതി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ അതിൽ നടപടിയെടുക്കാൻ കാലതാമസം നേരിട്ടതിൻ്റെ കാരണമായി മുഖ്യമന്ത്രി പറഞ്ഞത് ഹേമ കമ്മിറ്റി തന്നെ സർക്കാരിന് കത്തെഴുതി ആവശ്യപ്പെട്ടു, ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഒരിക്കലും പുറത്തുവിടരുത്, അത് ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ഇത് പച്ചക്കള്ളമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ പ്രതികരണം. ഈ ഇരയാക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിക്കണം, അത് പാലിക്കണം എന്ന് മാത്രമാണ് ഈ ഹേമ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതായത് സുപ്രീം കോടതി മാനദണ്ഡപ്രകാരം ഇരകളുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരിലേക്ക് നീളുന്ന സൂചനകൾ നൽകുകയോ ചെയ്യരുത്, അത് മാത്രമാണ് ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. എന്നാൽ സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിനടക്കം ഇരയായതിൻ്റെ തെളിവുകൾ, പെൻഡ്രൈവ് അടക്കമുള്ള തെളിവുകൾ കൈവശമിരിക്കുമ്പോൾ അതിന്മേൽ നടപടിയെടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ്. അത് ആ കാര്യത്തിൽ മുഖ്യമന്ത്രി ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. വേണ്ടപ്പെട്ടവരോട് ഒരു ഫേവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്, അത് സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, ലൈംഗിക ചൂഷണം നടത്തിയ ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് സിനിമാ നയം രൂപീകരിക്കാൻ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് പറയുന്നത് നാണം കെട്ട സമീപനമാണ്. ഇത്ര ദയാരഹിതമായ രീതിയിലാണോ ചൂഷണത്തിനിരയായ സ്ത്രീകളോട് സർക്കാർ പെരുമാറുന്നത് എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. എന്തായാലും സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ് വി.ഡി. സതീശൻ ഈ പ്രതികരണത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഒരു ജിയോയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു, ആ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുന്നു. അതോടുകൂടി തന്നെ ആ കമ്മിറ്റിയുടെ പവർ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഹേമ കമ്മിറ്റി പറഞ്ഞതിൽ അപ്പുറത്തേക്കില്ല എന്ന രൂപത്തിൽ ഇനിയിപ്പോൾ സർക്കാരാണ് നിലപാടെടുക്കേണ്ടത്. അങ്ങനെയൊരു കാര്യത്തിൽ കൃത്യമായ വിശദീകരണം സർക്കാർ നൽകുന്നുണ്ടോ ശ്രീജിത്ത്? സർക്കാരിൻ്റെ നിലപാട് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ, അതായത് ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ ആ റിപ്പോർട്ടിൽ പറയുന്ന ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ആരെങ്കിലും പരാതിയുമായി വന്നാൽ അവർക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകും, ഏത് വമ്പനായാലും നടപടിയെടുക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വേട്ടക്കാർക്ക് ഒപ്പമല്ല, ഇരയാക്കപ്പെട്ടവർക്കൊപ്പമാണ് സർക്കാർ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറുള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ മൊഴി നൽകിയവരുടെ കമ്മിറ്റി തന്നെ ആവശ്യപ്പെട്ടു പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പരാതി കൊടുത്താൽ തങ്ങൾക്ക് വിലക്കടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും നേരിടും, വിലക്കിനേക്കാൾ അപ്പുറത്ത് സൈബർ രംഗങ്ങളിൽ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഇരയാകേണ്ടി വരും. അങ്ങനെയുള്ള സംഘടിതമായ ആക്രമണമാണ് ഇരയാക്കപ്പെട്ടവർക്കെതിരെ നടക്കുന്നത്. അതുകൊണ്ട് ആരും പരാതി തരാൻ മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ പരാതി തരാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ നടപടിയൊന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.